ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് നിഫ്റ്റിയിൽ ഒരു അസാധാരണമായ ഉയർച്ച കണ്ടു. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റിങ്ങിലും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നിഫ്റ്റി 22,500 വരെ പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ബജറ്റ്. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് ഒരു ഓൾ ടൈം ഹൈ നിഫ്റ്റി ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റിലുള്ള മാറ്റങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് നോക്കാം. ഏകദേശം 2 മാസമായിട്ട് നിഫ്റ്റിയുടെ ഏറ്റവും വലിയ ഇൻട്രാഡേ ഗെയിനാണ് ഇന്ന് നടന്നിരിക്കുന്നത്. 385 പോയിൻ്റാണ് നിഫ്റ്റി മൂവ് ചെയ്തിരിക്കുന്നത്. 1.80%. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് വരേണ്ട ഈ ഏരിയയിലാണ്, അതായത് 22,000-ലാണ്. പക്ഷേ കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് 22,500-ലാണ്. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പുതിയ ഒരു ഹൈ ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ PCR 1.1 ഉയർന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഉച്ച വരെയൊക്കെ ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 1.13 വരെ ഇത് ഉയർന്നു കണ്ടു. അതായത് ഗ്രാജുവലി ഉയരുമായിരുന്നു. രാവിലെ 1.1 പിന്നീട് 1.2 പിന്നീട് 1.3, പിന്നീട് 1.4, ഇങ്ങനെ ഗ്രാജുവലി ഉയർന്ന് 1.13 വരെ ഇത് ഉയരുന്ന കണ്ടു. അതായത് ഏകദേശം ഉച്ച ആകുന്ന ആ ഒരു സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് PCR താഴ്ന്നിട്ടുണ്ട്. എന്നാലും ഇതൊന്നിന് മുകളിൽ വരുന്നത് ഒരു അസാധാരണ പ്രതിഭാസമാണ്. അതായത് മാർക്കറ്റ് സാധാരണ മുകളിലേക്ക് പോകുമ്പോഴാണ് ഈ ഒന്നിന് മുകളിലേക്ക് വരിക. പക്ഷേ ഇത്രയും നാളിത് താഴെയായിരുന്നു. 0.8, 0.7, ഇങ്ങനെ ഈ റേഞ്ചിലാണ് ഇത്. ഇതിലും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ നല്ലൊരു ഡൗൺ നമ്മൾ കണ്ടു. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് ഫാസ്റ്റായിട്ട് ഒന്നിന് മുകളിലേക്ക് മൂവ് ചെയ്തു. നമുക്കറിയാം നിഫ്റ്റിയുടെ കോൺട്രിബ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് റിലയൻസിനാണ്. അതുപോലെ HDFC ബാങ്കിനും നല്ല റോളുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ രണ്ടിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടായി, എസ്പെഷ്യലി റിലയൻസിൽ. ഇതാണ് റിലയൻസിൻ്റെ ചാർട്ട്. റിലയൻസ് 7% മുകളിൽ മൂവ് ചെയ്തു. 7% അവിടെ മൂവ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിലയൻസ് എവർ ഹൈ ബ്രേക്ക് ചെയ്തു. 2,905 ഇന്നത്തെ ഹൈ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസിങ്. 2,896 ക്ലോസിങ് വന്നിരിക്കുന്നത്, തൊട്ടടുത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല വലിയ ക്യാൻഡിൽ റിലയൻസിൽ വന്നു. 7% ഉയർച്ച. നിഫ്റ്റിക്ക് മൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിഫ്റ്റി നല്ല രീതിയിൽ മൂവ് ചെയ്തു. റിലയൻസ് ഇനിയും ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി എന്തായാലും എവർ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിനു മുമ്പ് എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായിട്ടുള്ള ബജറ്റ് വരുന്നുണ്ട്. ഈ ബജറ്റ് പോസിറ്റീവ് ആയിരിക്കും എന്നാണ് എക്സ്പെക്റ്റേഷൻ. അത് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വ്യാഴാഴ്ചയുണ്ട്. ഒരു ഫുൾ ബജറ്റൊന്നും അല്ല, ഇലക്ഷൻ ഉള്ളതുകൊണ്ട് ഫുൾ ബജറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് വരിക. എന്നാലും ബജറ്റിന് അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കണ്ടു. ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നിന് മുകളിലേക്ക് മൂവ് ചെയ്തു, നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന എവിടെയാണെന്ന് നോക്കിയത് ഈ സ്ട്രൈക്കിലാണ്. ഇത് C ആണ്, കോൾ ഓപ്ഷൻ്റെ ആണ്. ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 22,500. ഇതാണ് ഒരു പ്രശ്നം. അപ്പോൾ 22,500 വരെ നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. 22,500 റൈറ്റിംഗ് നല്ല രീതിയിൽ നടന്നിരിക്കുന്നു, കോൾ റൈറ്റിംഗ്. എന്നാൽ പുട്ട് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇത് 21,500. അപ്പോൾ 21,500 താഴെയായിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ 385 പോയിൻറ്റോളമൊക്കെ ഉയർന്ന് 21,500 ഒരുപാട് മുകളിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് പ്രൈസ് 21,744. ഫ്യൂച്ചർ പ്രൈസ് 21,875. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പുട്ട് സൈഡിലേക്ക് നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്ന് പകലുകളിൽ ആഡായിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഇതൊരു 1.1 ക്ലോസ് ചെയ്തിരിക്കുന്നതും. മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഇതിങ്ങനെ വരാറില്ല. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അതിന് എക്സ്പയറി ഡേറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമൊന്നും വന്നില്ല, ഇപ്പം ഇത് വന്നു. എക്സ്പയറി ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ജാനുവരി എക്സ്പയറി കഴിഞ്ഞു. എന്നാൽ ജാനുവരി എക്സ്പയറി കഴിഞ്ഞത് ലാസ്റ്റ് വർക്കിംഗ് ഡേ അല്ലേ? ലാസ്റ്റ് വർക്കിംഗ് ഡേ ജാനുവരി എക്സ്പയറി കഴിഞ്ഞു. ഇത് പുതിയൊരു വർക്കിംഗ് ഡേ ആണ്. ഇപ്പോൾ ജനുവരി മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫെബ്രുവരിയിലെ എക്സ്പയറിയിലാണ്. ജനുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ ഫെബ്രുവരി എക്സ്പയറി പുതിയ എക്സ്പയറിയാണ്. മാത്രവുമല്ല ഇതൊരു മന്ത്ലി എക്സ്പയറിൻ്റെ ബിഗിനിങ് കൂടിയാണ്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു എക്സ്പയറി കഴിഞ്ഞു, അടുത്ത മാസത്തെ പുതിയ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ എക്സ്പയറിയിൽ നല്ല ഡൗൺ ആയിരുന്നു. രണ്ടാമത്തെ എക്സ്പയറിയിൽ നല്ല മൂവ്മെൻറ്റ് നടത്തി. ഇവിടെ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ആ മാസം നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ഇട്ടത്. പക്ഷേ ഓർക്കുക,
ഒരു പക്ഷേ പണ്ട് ഞാൻ കണ്ടത് എൻ്റെ തോന്നലായിരിക്കാം കേട്ടോ. നിങ്ങളിത് അങ്ങനെ എടുക്കുകയൊന്നും വേണ്ട. ഇതിൽ ആർക്കും ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പണ്ട് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും കണ്ടപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി. ഇനി ഇത് തിരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയരുത്. ബജറ്റൊക്കെ വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. എന്തായാലും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മനസ്സിലാൽ പ്രധാനപ്പെട്ട കാരണം എക്സ്പയറി ഡേറ്റ് ചേഞ്ച് ചെയ്താണ്, റോൾ ഓവർ ചെയ്തു. എസ്പെഷ്യലി മന്ത്ലി എക്സ്പയറി. വീക്കിലി എക്സ്പയറിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. മന്ത്ലി എക്സ്പയറിക്കാണെന്നുള്ളത്. ഒരു മന്ത്ലി എക്സ്പയറി അതിനെ മാർക്കറ്റ് താഴേക്ക് ഇവർക്ക് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഫെബ്രുവരി എക്സ്പയറിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ്. സാധാരണഗതിയിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഏപ്രിൽ 1 അല്ലെങ്കിൽ ആ ഒരു എക്സ്പയറിയോട് കൂടിയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ ഡേറ്റ നോക്കി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ സമയത്തൊക്കെ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസവും ഡൗൺ ആയിരുന്നു. ഏപ്രിൽ തൊട്ടുള്ള റാലിയാണ് ഈ പറയുന്ന ഹൈയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോയത്. ആ റാലി ഈ മാസം സംഭവിക്കുക എന്നുള്ളത് അത്ഭുതത്തോടു കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇന്നത്തെ പ്രധാന ന്യൂസുകളിലേക്ക് കൂടി നമുക്കൊന്ന് എത്തി നോക്കാം. ഒന്ന്, റിലയൻസും HDFC ബാങ്കുമാണ് നിഫ്റ്റിയുടെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു. അത് റിലയൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. രാവിലെ LNT കൂടി ഉണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ റുപ്പീസ് വീക്കനായിട്ടുണ്ട്. 3 പൈസയാണ് റുപ്പീസ് ഡോളറിന് എഗെയിൻസ്റ്റ് വീക്കാകുന്നത്. ഇത് വർഷങ്ങളോളം തുടർന്നു പോകുന്ന ഒരു സിനാരിയോ ആണ്. ഡോളർ ഇങ്ങനെ ശക്തി പ്രാപിച്ച് മുകളിലേക്ക് പോകുന്നു, റുപ്പി വീക്കായി പോകുന്നു. അതുപോലെ തന്നെ റിലയൻസ് ഇന്ന് 7% ഉയരാനുള്ള കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നുകൊണ്ടാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരാൻ കാരണം ഗ്ലോബൽ ടെൻഷൻ കാരണമാണ്. മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള പ്രോബ്ലങ്ങൾ കാരണമാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നത്. അത് ഉയർന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനികൾക്ക് നല്ലൊരു ഉയർച്ച ഇന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടറാണ് റിലയൻസ്. റെക്കോർഡ് ഹൈയിലേക്ക് റിലയൻസ് ഉയർന്നു. കുഴപ്പമൊന്നുമില്ല, കുറേ നാളായിട്ട് ഉറങ്ങിക്കിടക്കുന്ന സ്റ്റോക്കല്ലേ, ഇനി കയറട്ടെ. ഇങ്ങനെയെങ്കിലും മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ കയറട്ടെ. നിഫ്റ്റി 1.8% ഉയർന്നു. സെൻസെക്സ് 1.76% ഉയർന്നു. അതുപോലെ തന്നെ ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിലും എനർജിയിലും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെക്ടറിൽ നല്ലൊരു ബൈ വരാനുള്ള സാധ്യതയുണ്ട്. 1 ഇൻഫ്ര, 2 എനർജി എസ്പെഷ്യലി സോളാറുമായി ബന്ധപ്പെട്ട കമ്പനികൾ ശ്രദ്ധിക്കുക. കുറേ നാളായി നല്ല രീതിയിൽ കയറുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും പറയാത്തത്. ഓൾറെഡി റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കയറി കഴിഞ്ഞു. ഇനി നമ്മൾ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ മൂക്ക് കുത്തി താഴെ വീഴുന്നത്. അതുകൊണ്ട് ഇവനെയൊക്കെ ഒത്ത് കിട്ടും, ആ സമയത്ത് വാങ്ങാമെന്ന് കരുതി. സോളാറുമായി ബന്ധപ്പെട്ട കമ്പനികളിലെ റാലി നമ്മൾ പറയായിരിക്കും. പല കമ്പനികളും അത്ര ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ല. എന്നാൽ സ്ട്രോങ് ഉള്ള ചില കമ്പനികളുണ്ട്. അത് എന്തായാലും ഈ വീഡിയോയിൽ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. നിഫ്റ്റി എനർജിയും ഓയിൽ ആൻഡ് ഗ്യാസും 5% മുകളിലാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം പ്രധാന സെക്ടറുകൾ. 5.36% നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഉയർന്നു. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ CPSE ETF കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് 4% മുകളിലാണ് കേട്ടോ ഉയർന്നത്, സിംഗിൾ ഡേ. ഇനി നിഫ്റ്റി എനർജി 5.24% ഉയർന്നു. ടോപ്പ് ഗൈനേഴ്സ് ആയിട്ടുള്ള നിഫ്റ്റിയിലെ സെക്ടേഴ്സാണ് ഓയിൽ ആൻഡ് ഗ്യാസും എനർജിയും. PSU ബാങ്ക് 2.51% ഉയർന്നു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 1.61%. അതായത് ഇതെല്ലാം തന്നെ പോസിറ്റീവാണ്. എന്നാൽ നിഫ്റ്റി IT വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയില്ല. ഇവിടെ നമുക്ക് കാണാം. നിഫ്റ്റി ഫാർമ വലിയ രീതിയിൽ നടത്തിയിട്ടില്ല. ബാക്കിയെല്ലാം 1% മുകളിൽ ഉയർന്നിട്ടുണ്ട്. IT പോരായിരുന്നു. ഫാർമയും അത്രയൊരു സുഖമായില്ല. നിഫ്റ്റി മീഡിയ നെഗറ്റീവാണ്. FMCG സെക്ടറും നെഗറ്റീവാണ്. വലിയ നെഗറ്റീവില്ല. മീഡിയ 0.06%, FMCG 0.21%. ചെറിയ ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സിനെയും അതിൻ്റെ കമ്പനികളെയും ശ്രദ്ധിക്കുക. ഇത് ബജറ്റ് പ്രമാണിച്ചാണ് കേട്ടോ ഈ ഒരു ഉയർച്ച. പിന്നെ മാത്രമല്ല ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നതും ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 56% കമ്പനികൾ ഉയർന്നിട്ടുണ്ട്, 41% കമ്പനികൾ താഴ്ന്നിട്ടുണ്ട്. 3.51% മൂവ്മെൻ്റ് ഒന്നുമില്ലാതെ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഡിക്ലൈൻ റേഷ്യോ കുറച്ച് കൂടുന്നുണ്ട്. കാരണം ഇന്ന് വലിയൊരു കോൺട്രിബ്യൂഷൻ നടന്നെങ്കിലും അതൊരു പക്ഷേ ലാർജ് ക്യാപ്പിൽ തന്നെ ആയിരിക്കണം. എസ്പെഷ്യലി നിഫ്റ്റിയിൽ തന്നെ നമുക്കറിയാമല്ലോ ലാർജ് ക്യാപ്പ് റിലയൻസിൻ്റെ ഒക്കെ ഈ ഒരു റാലിയാണ് ഇതിനെ സഹായിച്ചത്. അപ്പോൾ ലാർജ് ക്യാപ്പിലാകാനുള്ള സാധ്യതയുണ്ട്. അഡ്വാൻസ് ശരിക്കും പറഞ്ഞാൽ 56% ഉള്ളൂ. ഇത്രയും വലിയൊരു റാലി നടക്കുമ്പോൾ ഇത് പോരാ. ഡിക്ലൈൻസ് 41%. ഇന്ന് ഓട്ടോ സ്റ്റോക്കുകളിൽ നല്ലൊരു റാലി കാണാനായിട്ട് സാധിച്ചു. നിഫ്റ്റി ഓട്ടോയിൽ 1.53% ഒരു റാലി കണ്ടു. MRF നല്ല രീതിയിൽ ഉയർന്നായിരുന്നു, 4.86%.
ടാറ്റ മോട്ടോഴ്സും 3.65% ഉയർന്നു. ഭാരത് ഫോർജ് 3.48%, ഹീറോ മോട്ടോർ കോപ്പ് 2.90%, അശോക് ലൈലാൻഡ് 1.89%. ഇങ്ങനെ ഒരു ഉയർച്ച എല്ലാ ഓട്ടോ സ്റ്റോക്കുകളിലും ദൃശ്യമായി. എന്നാൽ 2 ഓട്ടോ സ്റ്റോക്കുകൾ താഴ്ന്നിട്ടുണ്ട്. അത് ബജാജ് ഓട്ടോയാണ്. അതൊരു ക്ഷീണം കാരണമായിരിക്കും. പുള്ളി കുറച്ച് നാളായിട്ട് ഉയരുമായിരുന്നു, അപ്പോൾ ആ ഒരു ക്ഷീണം കാരണമായിരിക്കും. പിന്നെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 1.15% താഴ്ന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നേട്ടത്തിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഗെയിലിൻ്റെ Q3 റിസൾട്ട് പുറത്തു വന്നു. ഗെയിൽ ഏകദേശം 6% ഉയർന്നിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗെയിലിനെ നമുക്ക് വാച്ച് ചെയ്യാം. റവന്യൂവിൽ 5.19% ഉയർച്ച. നെറ്റ് പ്രോഫിറ്റ് നല്ലൊരു ഉയർച്ച, 30.75% ഉയർച്ച. EBITDA 17.54% ഉയർച്ച. EBITDA മാർജിനിലും ഉയർച്ചയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം EBITDA മാർജിൻ 10.85% ഇപ്രാവശ്യം അത് 12.12%. നെറ്റ് പ്രോഫിറ്റ് വളരെയധികം പേഴ്സൻറ്റേജ് ഉയർന്നിട്ടുള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു കനത്ത ബൈയിങ് ദൃശ്യമായി. അടുത്ത സ്റ്റോക്ക് അദാനി എനർജി സൊല്യൂഷൻസ് ആണ്. ഈ സ്റ്റോക്ക് ഏകദേശം 7% എന്ന് ഉയർന്നു. റവന്യൂവിൽ 24.2% ഉയർച്ച. നെറ്റ് പ്രോഫിറ്റിൽ 22.6% ഉയർച്ച. ഇബിഡയിൽ 1.5% ഉയർച്ച. EBITDA മാർജിനിൽ ഒരു ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. 40.95% നിന്ന് 33.47% ഡിക്ലൈൻ ചെയ്തു. എന്നാൽ റവന്യൂവിലുള്ള ഈ ഉയർന്ന വളർച്ച സ്റ്റോക്ക് പ്രൈസിനെ മുന്നോട്ട് നയിച്ചു. ഇനിയിപ്പോൾ അടുത്ത ഒരു സ്റ്റോക്ക് ടാറ്റ പവർ അതിൻ്റെ ലൈഫ് ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റോക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 6% ടാറ്റ പവർ ഉയർന്നായിരുന്നു. ടാറ്റ പവറിൻ്റെ സബ്സിഡറി യൂണിറ്റാണ് ടാറ്റ പവർ റിന്യൂവബിൾ എനർജി. അത് പുതിയൊരു സോളാർ സിസ്റ്റം പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു. 1040 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ സിസ്റ്റമാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി. നല്ല രീതിയിൽ ഉയർന്ന മറ്റൊരു സ്റ്റോക്ക് ആസാദ് എൻജിനീയറിംഗ് ആണ്. ഇത് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. റോൾസ് റോയ്സ് ആരാന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ റോൾസ് റോയ്സുമായിട്ട് ആസാദ് എൻജിനീയറിംഗ് ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ ഒരു ബൈയിങ് ദൃശ്യമായത്. ഈ ബൈയിങ്ങിന് ശേഷം നല്ലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും കണ്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്കിൽ 750 സ്റ്റോക്ക് മൂവ് ചെയ്തു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 712 ഇത്രയും മുകളിലേക്ക് പോയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി സ്റ്റോക്കിൽ വന്നിരുന്നു. എവർ ഹൈ ആണ് ഇന്ന് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ക്ലോസിങ് അതിൻ്റെ മുകളിൽ വന്നിട്ടില്ല. വരാൻ സാധ്യതയുണ്ട്. റോൾസ് റോയ്സുമായിട്ടുള്ള കോൺട്രാക്റ്റ് അല്ലേ, അതും ചെറിയൊരു സമയത്തേക്കുള്ള കോൺട്രാക്റ്റ് അല്ല, 7 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റാണ്. റോൾസ് റോയ്സിൻ്റെ എൻജിൻ പാർട്സിൻ്റെ പ്രൊഡക്ഷനും സപ്ലൈയും ഒക്കെയാണ് ഈ കമ്പനി ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റാണ്. അതുപോലെ തന്നെ റോൾസ് റോയ്സ് ഡിഫൻസ് മിലിറ്ററിക്ക് എയർക്രാഫ്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്രിട്ടിക്കൽ എൻജിൻ പാർട്സ് കൂടി ഈ കോൺട്രാക്റ്റിലുണ്ട് എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു നിസ്സാരക്കാരനല്ല. ഒന്ന് നമ്മുടെ ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഡിഫൻസ് മിലിറ്ററി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ആസാദ് എൻജിനീയറിങ്ങും ആ ഒരു സെക്ടറിലേക്ക് വരികയാണ്. അടുത്തതായിട്ട് SBI കാർഡ് 6% താഴ്ന്നു. റിസൾട്ട് കുഴപ്പമില്ലായിരുന്നു, പ്രോഫിറ്റൊക്കെ അപ്പായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച റിസൾട്ടല്ല വന്നത്. പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും കുറവായിരുന്നു റിസൾട്ട് വന്നത്. അതുകൊണ്ടാണ് SBI കാർഡ് താഴേക്ക് പോയത്. SBI കാർഡിൽ ഒരു ബൈയൊന്നും പറയുന്നില്ല. ബ്രോക്കറേജസ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. കാപ്രി ഗ്ലോബൽ ഏകദേശം 9% ഉയർന്നു. ഇതിന് കാരണം നെറ്റ് പ്രോഫിറ്റ് 81% ജമ്പ് ചെയ്തിരിക്കുന്നത്. ചെറിയ ജമ്പൊന്നുമല്ല. കാപ്രി ഗ്ലോബൽ 81% നെറ്റ് പ്രോഫിറ്റ് ജമ്പ് ചെയ്തിരിക്കുന്നു. ഏകദേശം 644 കോടിയുടെ ഓർഡർ പവർമെക്ക് പ്രോജക്റ്റ് കിട്ടി. RVNL നിന്നാണ് ഒരു ഓർഡർ. നെയ്വേലി ഉത്തർപ്രദേശ് പവറിൽ നിന്നാണ് രണ്ടാമത്തെ ഓർഡർ. 2 ഓർഡറുകളാണ് കിട്ടിയിരിക്കുന്നത്. RVNL നിന്ന് 381.3 കോടിയുടെ വാല്യുള്ള ഓർഡറും നെയ്വേലി ഉത്തർപ്രദേശ് പവർ ഓപ്പറേഷൻസിൽ നിന്ന് 263.6 കോടി മൂല്യമുള്ള ഓർഡറുമാണ് ലഭിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ഇന്ന് ഉയർന്നിട്ടുണ്ട്. അതേപോലെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നല്ല രീതിയിൽ ഇന്ന് ഫാൾ ചെയ്തു. ഓഗസ്റ്റ് 31 ശേഷമുള്ള ഏറ്റവും വലിയ ഫാളാണിത്. 10% മുകളിൽ ഫാൾ ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിലുള്ള താഴ്ചയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 4.5% താഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇത്രയും വലിയൊരു ഫാൾ ഇന്ന് വന്നത്. ഇൻട്രാഡേ ഫാൾ തന്നെയാണ്. 10%, 11-11.5% ഫാൾ ഉണ്ടാവും.
രാവിലെ 10% ലോക്ക്ഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോക്ക് തുറന്നു വിട്ട് വീണ്ടും ഫാളാകുന്ന കണ്ടിരുന്നു. അതുപോലെ ഡോൾഡ ഡയറി ഏകദേശം 16% ഉയർന്നിരുന്നു. Q3 പ്രോഫിറ്റ് റൈസ് ചെയ്താണ് ഇതിന് കാരണം. ഭീകരമായിട്ടുള്ള ഒരു വളർച്ചയാണ്. നമുക്ക് ഇന്ന് ഇത് ഡെയിലി ചാർട്ടാണ് ഇന്ന് കാണാനായിട്ട് സാധിക്കുക. 1050 മുകളിലൊക്കെ പോയായിരുന്നു. എന്നാലും 12% മുകളിൽ അപ്പായിട്ടാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 986 ക്ലോസിംഗ് പ്രൈസ്. വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് ഔട്ടും കൂടിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 16% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 35 കോടിയിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് 41 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഹൈദരാബാദ് ബേസ്ഡ് ഡയറി പ്രോഡക്റ്റ് കമ്പനിയാണ് ഡോഡ്ല ഡയറി. ഇനി അടുത്തത് ശക്തി പമ്പ് കൂടി അതിൻ്റെ ഒരു ലൈഫ് ടൈം ഹൈ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശക്തി പമ്പ് രാവിലെ തന്നെ അപ്പർ സർക്യൂട്ടായിരുന്നു. 20%. വൈകുന്നേരം ഞാൻ നോക്കിയില്ല. 20% അപ്പർ സർക്യൂട്ട് അടിച്ചു. പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് കാണാൻ സാധ്യത കുറവാണ്. ക്വാർട്ടർലി റിസൾട്ട് വളരെ സ്ട്രോങ് ആയ റിസൾട്ട് വന്നാണ് ഇതിന് കാരണം. റവന്യൂവിൽ 57.7% അപ്പാണ്. ചെറിയൊരു അപ്പൊന്നുമല്ല. 50% മുകളിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര അപ്പാണ്. 57.7% റവന്യൂവിൽ അപ്പ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിലും നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെ ലൈഫ് ടൈം ഹൈ അത് 20% അപ്പർ സർക്യൂട്ട് അടിച്ച് ക്ലോസ് ചെയ്തിരുന്നു. അതേപോലെ SJVN ലൈഫ് ടൈം ഹൈ ഹിറ്റ് ചെയ്തു. 8% ഉയർന്നിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി. 100 മെഗാവാട്ടിൻ്റെ ഒരു പവർ പ്രോജക്റ്റിൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. പ്രധാനപ്പെട്ട മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.